ആക്സിലേറ്റർ കൊടുക്കുവാണേ. എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പം പൊതുവെ ആർക്കും ഇങ്ങനെ കാർബറേറ്റർ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് വലിയ പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ കാർബറേറ്റർ. അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടേക്കുക. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് ഡിലേ ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. കാണുന്നതാണ് കാർബറേറ്റർ. ഒരു വശം അഴിച്ചിട്ടുണ്ട്. ഇതാണ് പെട്രോള് ചെല്ലുന്ന പൈപ്പ്. അതായത് ഫ്യൂവൽ ഇൻ ലൈനാണ് ഈ കാണുന്നത്. പിന്നെ അടിയിൽ ഒരു ലൈനുണ്ട്, ഒരു പൈപ്പ് ലൈൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലൈൻ. അത് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല. അത് ഓവർഫ്ലോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഓവർഫ്ലോ വാൽവാണ് കാണുന്നത്, ഓവർഫ്ലോ. അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിനി ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിന്റെ കാർബറേറ്റർ അഴിച്ചിട്ടുണ്ട്. ഇതിന്റെ റിസർവോയറിൽ അല്പം പെട്രോളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഊറ്റി മാറ്റണം. പിന്നെ ഇത് എല്ലാം ഒന്ന് അഴിച്ച് ഒന്നേന്ന് തൊട്ട് ക്ലീൻ ചെയ്യണം. ഒരുപാട് വർക്കുകളുണ്ട്. അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പരിപാടി നോക്കാം. അപ്പോൾ ഇങ്ങനെ ലെഞ്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കണം കണ്ടിന്യൂസ് ആയിട്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഇത് കണ്ടോ. ഇത് ആ കാർബറേറ്ററിന്റെ ഉള്ളിലുണ്ടായിരുന്ന മണ്ണാണ്. ഇതാണ് ഇതിന്റെ റിസർവർ. ഇവിടെയാണ് നമ്മൾ എണ്ണ ഉണ്ടാകുന്നത്. ഇവിടെ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വാൽവ് പോലെയാണ്. അതായത് നിറഞ്ഞു കഴിയുമ്പോൾ ഈ റിസർവോയർ നിറഞ്ഞു കഴിയുമ്പം ഇതിങ്ങനെ പൊങ്ങുമ്പോൾ എന്താവും, നമ്മുടെ ടാങ്കിലൊക്കെ വാട്ടർ ടാങ്കിലൊക്കെ ഇങ്ങനെ വെള്ളം പോകുന്ന പോലെ അത് ഓഫാവും. ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇത് ഈ ഒരു സംഭവത്തിനുള്ളിൽ വന്ന മണ്ണാണ് ഈ കാണുന്നത്. നമ്മൾ ജെറ്റ് അടഞ്ഞു കിടക്കുകയാണ്. വെറുതെ അല്ല, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എണ്ണ എത്താന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ബാക്കി പാർട്സൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാക്കാൻ ഒരു ഓർമ്മയില്ല, എങ്ങനെയൊക്കെ ഒന്നാക്കണം. അപ്പോൾ വേറെ വീഡിയോ നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. ജസ്റ്റ് കാർബറേറ്റർ അഴിക്കുന്നു, പാർട്സ് ആക്കുന്നു, എല്ലാ ഹോളുകളിൽ നിന്നും നമ്മൾ കരടുകൾ എടുത്ത് കളയുന്നു. കാർബറേറ്റർ റെഡിയായി. പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് നമ്മുടെ പ്ലാറ്റിന ബൈക്കിൻ്റെ കാർബറേറ്ററാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഡിസ്കവർ ബൈക്കിനെയാണ്. അപ്പം രണ്ട് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 വീഡിയോസ് മിക്സ് ചെയ്തിട്ട് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കവർ ബൈക്കിൻ്റെ കാർബറേറ്റർ ക്ലീനിങ് ഇനി കാണിച്ചു തരാം. നമ്മുടെ ഡിസ്കവർ ബൈക്ക് നമ്മുടെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മളൊന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ കാർബറേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ പ്ലാറ്റിന ബൈക്കിൻ്റെ കാർബറേറ്റർ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് കാർബറേറ്റർ ക്ലീനിങ് ആണ്. അത് ഞാൻ കാർബറേറ്റർ ഒന്ന് അഴിച്ചു മാറ്റട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇത് ഫിൽറ്റർ ബോക്സ് ആണ്. അവിടുന്ന് നേരെ നമ്മുടെ എഞ്ചിൻ സെക്ഷനിലോട്ട് എയർ വിടുന്ന, അതായത് ഫ്യൂവലും എയറും കൂടെ മിക്സ് ചെയ്ത് വിടുന്ന ഒരു പോർഷൻ. ഇവിടുന്ന് നേരെ നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറൊക്കെ വരുന്ന ആ ഒരു സെക്ഷൻ, പിസ്റ്റൺ ഹെഡ് അല്ല സിലിണ്ടർ ഹെഡ് ഒക്കെ പറയും, സ്പാർക്ക് പ്ലഗ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ നമ്മുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനി ഞാനെന്നാ ഒന്ന് അഴിക്കട്ടെ കേട്ടോ. നമ്മൾ കാർബറേറ്റർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കാർബറേറ്റർ അഴിച്ചു വരും. കാർബറേറ്റർ താണ്ട കിടക്കണം. ഓക്കെ, ഇതാ നമ്മുടെ ഡിസ്കവർ ബൈക്കിൻ്റെ കാർബറേറ്ററാണ്. നമ്മുടെ പ്ലാറ്റിനേൻ്റെ കാർബറേറ്റർ വെച്ച് അന്ന് തന്നെ ഞാനത് അഴിച്ചു മാറ്റി പഴയ പോലെ ഇട്ടായിരുന്നു. ഇപ്പോൾ ഡിസ്കവറിൻ്റെ കാർബറേറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇത് മൊത്തം അഴിച്ച് റിസർവോയറിലെ എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞ് അനാബോണ്ടെല്ലാം തേച്ച് ഒന്നുകൂടെ ഒട്ടിക്കും. ഫുള്ള് ക്ലീൻ ചെയ്യണം. കുറേ മൈന്യൂട്ടായിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യലൊരു പണി തന്നെയാണ്. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാർബറേറ്റർ ക്ലീനിങ് കാണിക്കില്ല. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ കാർബറേറ്റർ വീട്ടിൽ ക്ലീൻ ചെയ്യാമെന്ന്. ഞാൻ ഡീസൽ ഒഴിച്ചാണ് കഴുകുന്നത്. ഡീസൽ ഒഴിച്ച് കഴുകിയിട്ട് സാധനം ഒന്ന് ഉണക്കാൻ വെച്ചിട്ട് പിന്നീട് കുറച്ച് എണ്ണയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് വേണം നമ്മുടെ വണ്ടി ഒന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മളൊരു കപ്പാസിറ്റർ പഴയത് നമ്മുടെ പ്ലാറ്റിനേൻ്റെ കപ്പാസിറ്റർ എടുത്തു, കലയിൽ വേറെ കപ്പാസിറ്റർ മേടിക്കും. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഡിസ്മാൻഡിൽ ചെയ്യട്ടെ.
അങ്ങനെ നമ്മുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ നട്ടുകളും അതിൻ്റെ എല്ലാ സ്ക്രൂസും ഒഴിക്കാൻ നമുക്ക് സ്പാനറൊന്നും വേണ്ട, സ്ക്രൂ ഡ്രൈവർ മതി. മൈനസ് പ്ലസ് സ്ക്രൂ ഡ്രൈവറുകൾ വേണം, അത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയും. അപ്പം സ്ക്രൂ ഡ്രൈവറുകൾ വെച്ച് അതിൻ്റെ എല്ലാ സ്ക്രൂവും കാര്യങ്ങളും അഴിച്ചു മാറ്റുക. വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് ടൈം എടുത്ത് തന്നെ അഴിച്ചു മാറ്റുക. എല്ലാ ഭാഗത്തും നല്ല ബലമൊക്കെ കൊടുക്കാം. പിന്നെ അതിൻ്റെ മറ്റ് വാൽവുകളും വയറിങ് കണക്ഷനുകളും എല്ലാം അഴിച്ചു മാറ്റി എത്രത്തോളം ഡിസ്മാൻഡിൽ ചെയ്യുക അത്രത്തോളം ഡിസ്മാൻഡിൽ ചെയ്യുക. ഡിസ്മാൻഡിൽ ചെയ്യാൻ നേരത്തെ ചെറിയ ചെറിയ കുഞ്ഞു മൈന്യൂട്ട് പാർട്സ് ഉണ്ടാവും, അത് ചെറിയ കവറിലാക്കി മാറ്റി വെക്കുക. ശേഷം ഓരോ ഭാഗവും പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. അതിൻ്റെ മുകൾ ഭാഗവും കവറിങ്ങും എല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ഉപയോഗിച്ച് കഴുകി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ടൈം ലാപ്സ് ആയിട്ട് ഒന്ന് കണ്ടിട്ട് പോവാം. മെയിൻ പാർട്ട് വരുമ്പം ഞാൻ വരാം. I drag you out your mind, and there are days I hate you, but baby you're still mine. And now we have the best times, no matter what we do. And even when we don't, there's nobody I'd rather choose. Let's take it slow, where you go I go too. And if you hit the bottom, I'm going down with you. Let's take it. അങ്ങനെ നമ്മൾ കാർബറേറ്ററിൽ അഴിച്ചു കഴിയുമ്പോഴാണ് അടിയിൽ നമുക്ക് 4 സ്ക്രൂ കാണാൻ പറ്റുന്നത്. ഈ 4 സ്ക്രൂ അതിൻ്റെ റിസർവോയർ ടാങ്കിൻ്റെയാണ്. ആ റിസർവോയറിലാണ് എണ്ണ എത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 എന്താ പറയുക ഓട്ടോമാറ്റിക് വാൽവുകൾ കാണാം. അത് നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ കാണുന്ന പോലത്തെ വാൽവുകൾ. വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ, അതായത് പെട്രോൾ നിറഞ്ഞ് കഴിയുമ്പം ആ വാൽവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ഇപ്പോൾ 4 സ്ക്രൂ അഴിച്ച് കഴിയുക. പിന്നെ നമുക്ക് വേറൊരു സാധനം ആവശ്യമുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. കാർബറേറ്റർ തുറന്നു കഴിയുമ്പം അതിൻ്റെ മേലെ 2 സ്ക്രൂകൾ കാണും, തുളകൾ. അതിനെയാണ് നമ്മൾ ജെറ്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു ജെറ്റ് വഴിയാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് ആക്സിലേറ്ററിൻ്റെ ഒരു പിന്നുണ്ട്. ഇതിനകത്തൊരു പിന്ന് വരുന്നുണ്ട്. ആ പിന്ന് ഉയർന്ന് പെട്രോളിനെ എയറും കൂടെ മിക്സ് ചെയ്ത് എഞ്ചിനിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ജെറ്റ് വഴി. ഈ ജെറ്റാണ് ഫ്യൂവൽ അയക്കുന്നത്. വെള്ളം പോലെയല്ല, ഫ്യൂവൽ സ്പ്രേ ആണ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്താണ് അയക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ റിസർവോയർ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. റിസർവോയർ ബെഡ് ക്ലീൻ ചെയ്യേണ്ടത് അതിൻ്റെ വാഷറിൻ്റെ ഇടയിലൊക്കെ പൊടിയൊക്കെ കാണും. ആ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബ്രഷൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ശേഷം നമുക്കവിടെ പശയൊക്കെ തേക്കാവുന്നതാണ്. അപ്പോൾ പശയുടെ പേര്, റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചെറുങ്ങനെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ അവസാനത്തെ റിസർവോയറിൻ്റെ ഈ ക്യാപ്പ് ഇടാൻ നേരത്ത് നമ്മൾ ഈ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി ഇവിടെ അനാബോണ്ടാണ് ഉപയോഗിക്കുന്നത്. 60 രൂപയുള്ളൂ അനാബോണ്ട്. അപ്പോൾ ഈ സാധനം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ വാഷർ വഴിയല്ല, ഈ സൈഡ് ഉണ്ട്, ഈ വക്ക് ഇതുവഴി ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇത് അടയ്ക്കാൻ പോവാണേ. അപ്പം ഞാൻ ഇത് വേഗം അടയ്ക്കട്ടെ കേട്ടോ. നമ്മൾ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനാബോണ്ടൊക്കെ തൂത്തു. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അനാബോണ്ടാണ്. ഇനി നമ്മൾ കാർബറേറ്ററിൻ്റെ ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വണ്ടി പ്രോപ്പറായിട്ട് ആക്സിലേറ്റർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ് കേട്ടോ. നമുക്ക് വേറെ കണ്ടന്റൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഇതെന്തായാലും ചെയ്യുവാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്താൽ നമ്മൾ അനാബോണ്ടൊക്കെ തൂത്ത് വെച്ച് നമ്മുടെ കാർബറേറ്റർ ഞാൻ പഴയ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പഴയ പോലെ സ്ക്യൂസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ചങ്ങായിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചിലപ്പം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ പോലെ എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും സംഭവം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. കാണിച്ചു തരാം. കാർബറേറ്ററിന് പിന്നെയും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാർബറേറ്ററിനല്ല, മറ്റേ ഇതുണ്ടോ, നമ്മുടെ എന്തായാലും കാർബറേറ്റർ വർക്കായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ലീക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഒരെണ്ണം സെക്കൻഡറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ടെർമിനലെല്ലാം കറക്റ്റാക്കിയാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ ആക്സിലേറ്റർ ആവാത്തന്നെ വേറെ ഒരു കാരണം അത് തന്നെയായിരുന്നു. അപ്പം ഇത് ചെയ്യേണ്ടത് സംഭവം ഒന്ന് കിക്കർ അടിക്കുക എന്നുള്ളതാണ്. ഫോൺ ഷെയ്ക്ക് ആവാം, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാനൊന്ന് കിക്കർ അടിക്കട്ടെ കേട്ടോ. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആക്സിലേറ്റർ കൊടുക്കുവാണേ. ഭയങ്കര പവറാണ്. നമ്മളിനി കാർബറേറ്റർ, നമ്മൾ പ്ലാറ്റിനൻ്റെ കാർബറേറ്റർ വെക്കും. നമ്മൾ നല്ല പൊളിപ്പനായിട്ട് അടിച്ചു പൊളിച്ച് വെക്കുന്നതായിരിക്കും എന്തായാലും. മച്ചാമാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. കാർബറേറ്റർ ക്ലീനിങ് സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതെ, നമ്മളൊരു ബൈക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ബെൻറ്റൻ മോഡലാണ് ബൈക്ക് മോഡിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഒന്ന് കണ്ടേക്കുക. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.